തുടർക്കഥ അയാൾക്കും പറയുവാനുണ്ടായിരുന്നു. ഭാഗം 6. രചന അവതരണം കാവേരി ശ്രീനി. ടീച്ചർ ബാഗിൽ നിന്നും പുറത്തെടുത്ത ഫോണിൽ ആകാശിന്റെ ചിത്രങ്ങൾ കാട്ടിത്തന്നു. ഓരോ ചിത്രങ്ങളിലും വ്യത്യസ്തരായ പെൺകുട്ടികൾ. മരവിച്ച മനസ്സുമായി താനിങ്ങനെ നിൽക്കവേ ടീച്ചർ പറഞ്ഞു, പഠിക്കുക, അതുമാത്രമാകണം നിന്റെ ലക്ഷ്യം. ജോലി വാങ്ങിയ ശേഷം മാത്രം മതി വിവാഹം, അതും വേണമെങ്കിൽ മാത്രം. ടീച്ചറിന്റെ വിവാഹ ജീവിതത്തിന്റെ പരാജയം ഓർത്തിട്ടാകണം ടീച്ചർ അങ്ങനെ പറഞ്ഞത്. പിന്നീടുള്ള ഒരാഴ്ചക്കാലം സ്കൂളിലേക്ക് പോകാതെ അമ്മയെ പരിചരിച്ചെന്നോണം വീട്ടിൽ തന്നെ കഴിഞ്ഞുകൂടി. ഒരു ദിവസം വൈകിട്ട് ടീച്ചർ വന്നു പറഞ്ഞു, നാളെ മുതൽ രാവിലെ സ്കൂളിലേക്ക് പോകുമ്പോൾ വിളിക്കാം, അച്ചു എൻ്റെ കൂടെ വന്നോളൂ. അങ്ങനെ സ്കൂളിലേക്ക് പോകുന്നതും വരുന്നതും ടീച്ചറിനോടൊപ്പമായി. ആകാശിന്റെ കള്ളത്തരങ്ങൾ ടീച്ചറിന് അറിയാമെന്ന് അവനും അറിയാമായിരുന്നതിനാലാകണം പിന്നീട് അവനെ ആ വഴിക്ക് കാണാതായത്. പ്രണയം മുന്നോട്ട് വന്നപ്പോൾ പിന്നോട്ടു പോയ പഠനം വീണ്ടും മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കി, എൻ്റെ പ്രണയം അത് പഠനത്തോടാണ്, അതിനോട് മാത്രമാണ്. പഠിച്ച് ജോലി നേടുക, ആ ജോലിയുടെ ഇടവേളകളിലും പഠിക്കുക. പഠനം അതാവണം, അതിനോടാകണം അന്ത്യം വരെ പ്രണയം. പെട്ടെന്ന് അച്ഛൻ എൻ്റെ കൈക്ക് പിടിച്ചു വലിച്ചപ്പോഴാണ് അകത്തേക്കുള്ള അനുവാദം കിട്ടിയെന്ന് മനസ്സിലായത്. അപ്പോഴേക്കും തന്നെ കടന്നു പോകുന്ന ആകാശിനെ താൻ ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കി. ആ നിമിഷം അവനും തിരിഞ്ഞൊന്ന് നോക്കി. അവൻ്റെ ആ മിഴികൾ പറയുന്നുണ്ടായിരുന്നു, അയാൾക്കുമെന്തോ പറയുവാനുണ്ടായിരുന്നു. അഡ്മിഷൻ എടുക്കാൻ 2 ദിവസം കൂടി കഴിഞ്ഞിട്ട് വന്നാൽ മതിയെന്ന നിർദ്ദേശത്തെ തുടർന്ന് തിരികെ വീട്ടിലേക്ക് പോകാൻ ബസ് സ്റ്റാൻഡിലേക്ക് നടക്കുമ്പോൾ പെട്ടെന്നൊരാൾക്കൂട്ടം. ആക്സിഡന്റോ മറ്റോ ആകാം. ആൾക്കൂട്ടത്തെ വകഞ്ഞു മാറ്റി നോക്കുമ്പോൾ രക്തത്തിൽ കുളിച്ചു ഒരു മനുഷ്യൻ കിടന്ന് നിലവിളിക്കുന്നു. ബൈക്ക് ഓടിച്ചു വന്ന് പോസ്റ്റിലിടിച്ചു മറിഞ്ഞതാണത്രേ. മദ്യപിച്ചു വാഹനം ഓടിച്ചാൽ ഇതാവും ശിക്ഷ. അവിടെ കിടക്കട്ടെ, ഇവനെയൊക്കെ രക്ഷപ്പെടുത്തിയാൽ നാളെ മറ്റു സഹയാത്രികരെ കൂടിയാകും ഇടിച്ചു വീഴ്ത്തുക, കൂട്ടത്തിൽ ആരോ വിളിച്ചു പറഞ്ഞു. പക്ഷേ അച്ഛൻ ആ കാഴ്ച താങ്ങാനായില്ല. ഒരു ജീവൻ രക്ഷിക്കാനായാൽ അത് പുണ്യമാണെന്ന് മാത്രം കരുതുന്ന അച്ഛൻ ആ മനുഷ്യന്റെ തല ഉയർത്തി മടിയിലേക്ക് വെച്ചു. രക്തത്തിന്റെ അനിയന്ത്രിത പ്രവാഹം മൂലം മുഖം വ്യക്തമായിരുന്നില്ല. പക്ഷേ തനിക്കൊരു നോട്ടം മാത്രം മതിയായിരുന്നു.